പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റിയ റിപ്ലിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ച അപ്ഡേറ്റ്സ് ആണ്. രണ്ടാമത്തേത് റോമൻ റെയിൻസിന് ഇത്രയും ആരാധകർ വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റായി ലഭിച്ച ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കുക. ഒന്നാമത്തെ അപ്ഡേറ്റ് റിയ റിപ്ലി എന്ന ടോപ്പ് സ്റ്റാറിനെ സംബന്ധിച്ചാണ്. നിലവിലെ WWE വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാറാണ് റിയ റിപ്ലി. മുൻ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻ ആയ റിയ റിപ്ലി AEW റെസ്ലറായ ബഡി മെർഫിയെ ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മുൻ WWE സൂപ്പർ സ്റ്റാറും കൂടിയായ ബഡി മെർഫിയും റിയ റിപ്ലിയും തമ്മിലുള്ള ഈ വിവാഹം കഴിയുന്നതോടുകൂടി വലിയൊരു പ്രത്യേകത ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ AEW റെസ്ലറും WWE റെസ്ലറും തമ്മിലുള്ള ആദ്യ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. AEW രൂപീകൃതമായതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് ഈ രണ്ട് വ്യത്യസ്ത കമ്പനികളിൽ ഉള്ള റെസ്ലേഴ്സ് തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ പ്രൊഫഷണൽ റെസ്ലേഴ്സ് പ്രണയത്തിലായിരുന്നു. ഇരുവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഇരുവരും ഒന്നിച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഓൺ സ്ക്രീനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ റിയ റിപ്ലി നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. അത് റിയൽ ഇഞ്ചുറിയാണ്. ഡൊമിനിക്കും ഇരുവർക്കും ആശംസ നേർന്നുകൊണ്ടുള്ള ഒരു കമൻറ്റും ഈ പോസ്റ്റിന് കീഴെ പങ്കുവച്ചിട്ടുണ്ട്. ഡൊമിനിക്ക്, റിയ, ലിവ് മോർഗൻ തുടങ്ങിയവരുടെ സ്റ്റോറിയാണ് നിലവിൽ റോ എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് റിയയുടെ ഭാഗത്ത് നിന്ന് ഡൊമിനിക്കിനെ തൻ്റെ വശത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതിനുള്ള കരുക്കളാണ് ലിവ് മോർഗൻ എന്ന നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പതിയെ ലിവ് മോർഗൻ്റെ വഴിയിലേക്ക് ഡൊമിനിക്ക് മാത്രമല്ല ജഡ്ജ്മെൻ്റ് ഡേ ഗ്രൂപ്പ് ഒന്നടങ്കം വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും റോയിലെ സ്റ്റോറി ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. റിയയുടെ ഒരു തിരിച്ചറിവ്, ലിവ് മോർഗനെതിരെയുള്ള ഒരു മെഗാ ഫൈറ്റ്, അതിലേക്ക് തന്നെയാണ് സ്റ്റോറി പോകുന്നത്. അവിടെ ഡൊമിനിക്ക് എടുക്കുന്ന സ്റ്റാൻഡ് ലിവ് മോർഗൻ്റെ കൂടെ പോകുമോ റിയയുടെ കൂടെ നിൽക്കുമോ എന്നുള്ളത് തന്നെയാണ് ഈ സ്റ്റോറിയിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു അവസാന നിമിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്റ്റോറി നിലവിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ റിയയുടെയും ബഡി മെർഫിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് കൂടി നമുക്ക് കിട്ടുന്നത്. ബഡി മെർഫിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ AEWൻ്റെ ഓൺ സ്ക്രീനിൽ ബഡി മെർഫിക്ക് ഇഞ്ചുറി എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് അത് സ്റ്റോറി ലൈൻ പ്രകാരമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്തുകൊണ്ട് നിലവിൽ ടെലിവിഷനിൽ നിന്ന് അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും റിയ റിപ്ലി, ബഡി മെർഫി അവരുടെ ജീവിതത്തിലെ മറ്റൊരു ചാപ്റ്ററിന് തുടക്കം കുറിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള ഒരു സംശയമായിരിക്കും, റോമൻ റെയിൻസിന് എന്തുകൊണ്ടാണ് റെസ്ലിംഗ് ലോകത്ത് ഇത്രയും അധികം ആരാധകർ ഉള്ളത് എന്നുള്ളത്. WWE കൊടുത്ത സ്റ്റോറി ലൈൻ തന്നെയാണ് റോമൻ റെയിൻസിന് ഇത്രയും ആരാധകരെ വർദ്ധിപ്പിച്ചത് എന്നുണ്ടെങ്കിലും റോമൻ റെയിൻസിൻ്റെ ചില നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള പ്രവൃത്തികൾ അത് റോമൻ റെയിൻസിൻ്റെ ആരാധകരുടെ കൂട്ടത്തെ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഇന്ന് ലഭിക്കുകയുണ്ടായി. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച ഒരു അപ്ഡേറ്റ്സ് അനുസരിച്ച് റോമൻ റെയിൻസ് ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ കൊച്ചു കുട്ടികളെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് പലർക്കും തോന്നിയേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ WWE സൂപ്പർ സ്റ്റാർസും അവരുടെ ആ ഒരു PR വർക്ക് പ്രകാരം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കുട്ടികളെ കാണുന്നുണ്ട്, എന്നിട്ട് അവർക്ക് വേണ്ടി ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യുന്നു, അവർക്ക് വേണ്ടി കുറച്ച് മിനിറ്റുകൾ ചിലവഴിക്കുന്നതാണ്. അതിൽ നിന്ന് റോമൻ റെയിൻസ് ചെയ്തതിൽ എന്ത് പ്രത്യേകത ആണുള്ളത് എന്നുള്ളത് പലർക്കും തോന്നിയേക്കാം. അവിടെയാണ് റോമൻ റെയിൻസ് എന്ന് പറയുന്ന റെസ്ലറിനെ വ്യത്യസ്തനാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റോമൻ റെയിൻസിൻ്റെ അച്ഛനായ സിക്ക അനോയ് എന്ന് പറയുന്ന WWE ഹോൾ ഓഫ് ഫെയിമർ മരണപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് അല്ലാത്ത റോമൻ റെയിൻസ് അച്ഛൻ്റെ മരണ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ട്വീറ്റ് ഇട്ടത്. പിന്നീട് റോമൻ റെയിൻസ് ഇന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ ഹോസ്പിറ്റലിൽ പോയി സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കൊച്ചു കുട്ടികളെ കണ്ട് കുറച്ച് സമയം അവർക്കൊപ്പം ചിലവഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് റോമൻ റെയിൻസ് കൃത്യമായി ചെയ്തു. അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസുമാണ് പിന്നീട് നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഒരു പക്ഷേ റോമൻ റെയിൻസിൻ്റെ സ്ഥാനത്ത് മറ്റൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഉണ്ടെങ്കിൽ അവർ പറയും തൻ്റെ അച്ഛൻ മരണപ്പെട്ടതാണ്, തനിക്കിപ്പോൾ വരാൻ സാധിക്കില്ല, മറ്റൊരു ദിവസത്തിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം എന്നുള്ളത്. അപ്പോൾ ആ കൊച്ചുകുട്ടികളുടെ സർജറി എന്ന് പറയുന്നത് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും റോമൻ റെയിൻസ് അല്ലെങ്കിൽ മറ്റൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ആ ഒരു സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഡേറ്റ് മാറ്റി പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ആ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുക. പക്ഷേ റോമൻ റെയിൻസ് തൻ്റെ അച്ഛൻ മരണപ്പെട്ട ആ ഒരു സങ്കടത്തിൻ്റെ ഒപ്പം തന്നെ ആ കൊച്ചുകുട്ടികളെയും കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം എന്നാണ് ആ ഒരു അനുമതി കൊടുത്തിട്ടുള്ളത്, താൻ വരാമെന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു ദിവസം തന്നെ ആ ഹോസ്പിറ്റലിൽ പോകുന്നു. അദ്ദേഹം ആ കൊച്ചുകുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരക്കുകളിലേക്ക് കടക്കുന്നു. അപ്പോൾ റോമൻ റെയിൻസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ നല്ല മനസ്സിനുടമ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് റോമൻ റെയിൻസിനെ മറ്റുള്ള റെസ്ലേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും റെസ്ലിംഗ് ലോകത്ത് ഇത്രയധികം
കോടിക്കണക്കിന് ആരാധകർ റോമൻ റെയിൻസിന് ഇപ്പോഴും ഉള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത്. റോമൻ റെയിൻസിൻ്റെ മാസ് റിട്ടേണിന് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. റോമൻ റെയിൻസ് തിരികെ വരുമ്പോൾ അദ്ദേഹം ഫേസ് ക്യാരക്ടർ ആയിരിക്കും ചെയ്യുക എന്നും കോഡി റോഡ്സിനെ പിന്തള്ളിക്കൊണ്ട് ഒരിക്കൽ കൂടി റോമൻ റെയിൻസ് WWE ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിലേക്ക് വളരാൻ പോകുകയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ്സുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.